വേവ് ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ക്വിക്ക് റിവ്യൂ ആണ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോവാം. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺകേവ് മിറർ. സ്കെച്ച് ദ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. അതായത് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കോൺകേവ് മിററിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടിൻ്റെ സ്കെച്ചാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കിവിടെ കാണാം പ്ലെയിൻ വേവ് ഫ്രണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോൺകേവ് മിററിൻ്റെ സർഫസാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻസൈഡ് പോർഷനിൽ ഒരു ഡോട്ടഡ് ലൈനായിട്ടുള്ള വേവ് ഫ്രണ്ട് കാണാം. അതാണ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ഓക്കെ, ദാറ്റ് വിൽ ബി കൺവേർജിങ് ടു ദ ഫോക്കൽ പോയിൻറ്റ് എഫ്. അതായത് ഫോക്കൽ പോയിൻറ്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിലാണ് എന്തുണ്ടാവുക, റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ഉണ്ടാവുക. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ കൊഹറൻറ്റ് സോഴ്സസ്. അതായത് രണ്ട് സോഴ്സസ് കൊഹറൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് എമിറ്റ് ലൈറ്റ് വേവ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി ആൻഡ് സെയിം ഫേസ്. അതായത് ഒരേ ഫ്രീക്വൻസിയിലും ഒരേ ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഉള്ള വേവ്സ് ആണ്, ലൈറ്റ് വേവ്സ് ആണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ ദേ വിൽ ബി കൊഹറൻറ്റ് സോഴ്സസ്. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 2 sources are said to be coherent if they emit light waves of same frequency and same phase or constant phase difference. The next question is define interference. എന്താണ് ഇൻ്റർഫറൻസ്? ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അവയുടെ റിസൾട്ടൻ്റ് വേവിന് ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് ചിലപ്പോൾ അവ തമ്മിൽ ആഡ് ചെയ്യും അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റർ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, അല്ലാത്ത സമയത്ത് ലോവർ ആംപ്ലിറ്റ്യൂഡ്. അതായത് സബ്ട്രാക്ട് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ലോവർ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും കിട്ടുന്നത്. അതാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അതായത് സൂപ്പർ ഇമ്പോസിങ് ഓഫ് 2 വേവ്സ് ആണ്. അതായത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? It is the phenomenon in which 2 waves superpose to form a resultant wave of greater or lower amplitude. Okay. The next question is write the condition for constructive interference. അതായത് constructive interferenceൻ്റെ condition എന്താണ്? If the path difference at a point is an integral multiple of lambda, there will be constructive interference and bright fringes is formed at the point. അതായത് path difference വേവ് ലെങ്ത്തിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ അവിടെ കിട്ടുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ S2p മൈനസ് S1p എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് ആണ് അല്ലേ. സോ ഇഫ് ഇറ്റ് ഈസ് n ലാംഡ, അവിടെ n എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ദ കണ്ടീഷൻ ഫോർ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനുള്ള കണ്ടീഷൻ എന്താണ്? അതായത് ഇവിടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഡ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് λ/2 ആയിരിക്കണം. അതായത് S2p മൈനസ് S1p വിൽ ബി ഈക്വൽ ടു n+12 ഇൻറ്റു ലാംഡ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. അപ്പോൾ ഡാർക്ക് ഫ്രിഞ്ചസ് ആണ് ഫോം ചെയ്യുക. അതായത് ഇഫ് ദ പാത്ത് ഡിഫറൻസ് അറ്റ് എ പോയിൻറ്റ് ഈസ് എൻ ഓഡ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് λ/2. ഓക്കെ, ദാറ്റ് ഈസ് S2p മൈനസ് S1p വിൽ ബി ഈക്വൽ ടു n+12 ഇൻറ്റു ലാംഡ. The next question is 2 sodium lamps illuminating 2 pinholes cannot produce ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്. വൈ? അതായത് 2 സോഡിയം ലാംപ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് അവിടെ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും? അതായത് 2 സോഡിയം ലാംപ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്തായാലും ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് നിന്ന് വരുന്നതാണെങ്കിൽ അവ ഒരിക്കലും കൊഹറൻ്റ് ആയിരിക്കില്ല. അതായത് ഒരു ഫിക്സഡ് ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അങ്ങനത്തെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രൊഡ്യൂസ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്. അപ്പോൾ എങ്ങനെ എഴുതാം? ദ ലൈറ്റ് വേവ്സ് കമ്മിങ് ഔട്ട് ഫ്രം 2 independent sources of light will not have any fixed phase relationship and would be incoherent and cannot produce interference pattern. അതായത് അവ ഇൻകൊഹറൻ്റ് ആയതുകൊണ്ട് എന്തുണ്ടാവാൻ ചാൻസ് ഇല്ല, അവിടെ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഫോം ചെയ്യില്ല. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഫിനോമിനൺ ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൗണ്ട് ദ കോർണേഴ്സ് ഓഫ് ആൻ ഒബ്സ്റ്റക്കിൾ into the region of geometrical shadow of the obstacle. അതായത് ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൗണ്ട് ദ കോർണേഴ്സ് ഓഫ് ഒബ്സ്റ്റക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ ഇസ് ദ ഫിനോമിനൺ ഓഫ് bending of light around the corners of an obstacle into the region of geometrical shadow of the obstacle. The next question is write the differences between interference and diffraction. So we can compare the interference and diffraction patterns.
എങ്ങനെയാണ് ഇൻ്റർഫറൻസിൻ്റെ കേസിൽ ദ പാറ്റേൺ ഹാസ് നമ്പർ ഓഫ് ഈക്വലി സ്പേസ്ഡ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ആണ് ഉള്ളത്. ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഡിഫ്രാക്ഷൻ്റെ കേസ് എങ്ങനെയാണ്? ദ പാറ്റേൺ ഹാസ് എ സെൻട്രൽ ബ്രൈറ്റ് മാക്സിമം ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ്? വിച്ച് ഈസ് ട്വൈസ് ആസ് വൈഡ് ആസ് ദ അതർ മാക്സിമം. ബാക്കിയുള്ള മാക്സിമേനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ദാറ്റ് ഈസ് ട്വൈസ് വൈഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ഡയഗ്രത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും ആ ഡിഫറൻസ്. അതായത് ഇവിടെ ഉണ്ടാവുന്ന ഇൻ്റർഫറൻസിൻ്റെ കേസിൽ ഓൾ ബാൻഡ്സ് ആർ ഓഫ് സെയിം ഇൻറ്റൻസിറ്റിയാണ്. പക്ഷേ ഡിഫ്രാക്ഷൻ്റെ കേസിൽ എങ്ങനെയാണ്? ദ ഇൻറ്റൻസിറ്റി ഫാൾസ് ആസ് വി ഗോ ടു സക്സസീവ് മാക്സിമ എവേ ഫ്രം ദ സെൻറ്റർ. അതായത് സെൻറ്ററിലാണ് മാക്സിമം ഉള്ളത്, അതിൻ്റെ സൈഡിലേക്ക് പോകുന്തോറും എന്താണ്? അതിൻ്റെ ഇൻറ്റൻസിറ്റി വിൽ ബി ഡിക്രീസ്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസിൽ ഇൻ്റർഫറൻസിൽ എങ്ങനെയാണ്? വി കാൽക്കുലേറ്റ് ദ ഇൻ്റർഫറൻസ് പാറ്റേൺ ബൈ സൂപ്പർപോസിങ് ടു വേവ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ടു നാരോ സ്ലിറ്റ്സ്. അതായത് രണ്ട് സ്ലിറ്റ്സ് നിന്ന് വരുന്ന ഇൻ്റർഫറൻസ് പാറ്റേൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂപ്പർപോസ് ചെയ്യുന്നത്. എന്നാൽ ഡിഫ്രാക്ഷൻ്റെ കേസിൽ എങ്ങനെയാണ്? ഡിഫ്രാക്ഷൻ പാറ്റേൺ ഈസ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഈച്ച് പോയിൻറ്റ് ഓൺ എ സിംഗിൾ സ്ലിറ്റ്. ഒരു സിംഗിൾ സ്ലിറ്റിൽ നിന്ന് വരുന്ന വേവ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂപ്പർപോസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഇൻ്റർഫറൻസ് ഫോർ എ സിംഗിൾ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് എ. ഒരു സിംഗിൾ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എ ആണെങ്കിൽ ദ ഫസ്റ്റ് നൾ ഓഫ് ദ ഇൻ്റർഫറൻസ് പാറ്റേൺ ഒക്കർ ചെയ്യുന്നത് എവിടെയായിരിക്കും? ആംഗിൾ ഓഫ് ലാംഡ ബൈ എയിലായിരിക്കും. എന്നാൽ ഡിഫ്രാക്ഷൻ്റെ കേസിൽ അറ്റ് ദ സെയിം ആംഗിൾ ഓഫ് ലാംഡ ബൈ എ വി ഗെറ്റ് എ മാക്സിമം ഫോർ ടു നാരോ സ്ലിറ്റ്സ്. അതായത് രണ്ട് നാരോ സ്ലിറ്റ്സിൽ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എ ആയിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് പോളറൈസേഷൻ ഓഫ് ലൈറ്റ്? പോളറൈസേഷൻ എന്താണ്? റെസ്ട്രിക്റ്റിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ് ഓഫ് ലൈറ്റ് ടു വൺ പ്ലെയിൻ. അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് റെസ്ട്രിക്റ്റിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ് ഓഫ് ലൈറ്റ് ടു വൺ പ്ലെയിൻ ഈസ് കാൾഡ് പോളറൈസേഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്? അതായത് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ ദ വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി റെസ്ട്രിക്റ്റഡ് ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ എങ്ങനെ പറയാം? ഫോർ എ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ദ വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആർ റെസ്ട്രിക്റ്റഡ് ഇൻ വൺ ഡയറക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ടൈപ്പ് ഓഫ് വേവ്സ് ഷോ ദ പ്രോപ്പർട്ടി ഓഫ് പോളറൈസേഷൻ? അതായത് ട്രാൻസ്വേഴ്സ് ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ, ഏത് ടൈപ്പ് വേവ്സ് ആയിരിക്കും പോളറൈസേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നത്? വിച്ച് വൺ ഈസ് ദാറ്റ്? യെസ്, ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് വേവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ പോളറോയിഡ്സ്? എന്താണ് പോളറോയിഡ്സ്? നമുക്കറിയാം അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറോയിഡ്സിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലെയിൻ പോളറൈസ്ഡായി മാറും അല്ലേ? അപ്പോൾ പോളറോയിഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ദേ ആർ തിൻ പ്ലാസ്റ്റിക് ലൈക്ക് ഷീറ്റ്സ് ആണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ലോങ് ചെയിൻ മോളിക്യൂൾസ് അലൈൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. The electric vectors along the direction of the aligned molecule get absorbed. അതാണ് പോളറോയിഡ്സ്. അപ്പോൾ പോളറോയിഡ്സ് എന്ന് പറയുന്നത് തിൻ പ്ലാസ്റ്റിക് ലൈക്ക് ഷീറ്റ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ലോങ് ചെയിൻ മോളിക്യൂൾസ് അലൈൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. The electric vectors along the direction of the aligned molecules get absorbed. Next question is uses of Polaroids, where we can use Polaroids, that is in sunglasses, wind screens in trains and aeroplanes, and in 3D cameras. Now we can move to the last question. State Malus law. How we can state when an unpolarized light is passed through two Polaroids P1 and P2, and if the angle between the Polaroids is varied from 0 to 90 degree, the intensity of transmitted light will vary as I is equal to I0 cos square theta. അതായത് ഒരു പോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ രണ്ട് പോളറോയിഡ്സിലൂടെ പാസ് ചെയ്യുകയാണ്. Then angle is varying from 0 to 90 degree. Then the intensity of transmitted light will be varying as I is equal to I0 cos square theta, where I0 is the intensity of the polarized from P1. Okay, so that is Malus law. Now we can conclude. Now we are going to conclude the video. If you like my video, please like, share and subscribe. Thanks for watching.